ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരും ഞാൻ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. നമ്മളുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് വിശ്വാസികളായിട്ടുള്ള എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരും ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വരണമെന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഓരോ സഭകളും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ സഭകളിലേക്ക് പുതിയ പുതിയ വിശ്വാസികൾ കടന്നു വരണം എന്നാഗ്രഹിക്കുന്ന സഭകളാണ്. എന്നാൽ എന്തുകൊണ്ടിട്ടാണ് പുതിയ ആത്മാക്കൾ വിടിവിക്കപ്പെട്ട് വരാത്തതിൻ്റെ കാരണം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഓരോ വിശ്വാസിയും, ഓരോ ദേവാസന്മാർ, ശുശ്രൂഷകർ എല്ലാവരും ചിന്തിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ കാര്യമാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കതിന് തീർച്ചയായിട്ടും നമുക്ക് ദൈവവചനത്തിലൂടെ നമുക്ക് മറുപടി കിട്ടും. അങ്ങനെ എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്ന ചില ആലോചനകൾ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് പുതിയ ആത്മാക്കൾ വെടിവെക്കപ്പെട്ട് നമ്മുടെ സഭകളിലേക്ക് വരണമെന്നുള്ളത്. പക്ഷെ എന്ത് കാരണത്താൽ അത് സംഭവിക്കുന്നില്ല എന്നുള്ളത് ഓരോരുത്തരും ആത്മശോധന ചെയ്യണം. നമുക്കറിയാം, സഭ അതിൻ്റെ തല, സഭയുടെ ശിരസ് ക്രിസ്തുവാണ് ശിരസ്സെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആ ക്രിസ്തു ആവുന്ന ശിരസിന് താഴെ വരുന്ന അവയവങ്ങളാണ്. ക്രിസ്തുവിൻ്റെ ശിരസിൽ നിന്ന്, തലയിൽ നിന്ന് വരുന്ന ആലോചനക്കൊത്ത് വേണം ഈ അവയവങ്ങളെല്ലാം പ്രവർത്തിക്കാനായിട്ട്. പലപ്പോഴും നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ പോകാത്തത് കൊണ്ടിട്ടാണ് യഥാർത്ഥത്തിലുള്ള ദൈവപ്രവൃത്തി നമ്മളിലൂടെ ദേശത്ത് നടക്കാത്തത്. സഭകളിൽ നടക്കുന്നില്ല, വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. നമ്മുടെ ശിരസ് ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തുവേശു മുഖാന്തരമുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും വിടുതലുകളും ദൈവത്തിൻ്റെ മക്കളായ രക്ഷിക്കപ്പെട്ട ഓരോരുത്തരും അനുഭവിക്കേണ്ടതാണ്. നമ്മൾ വ്യക്തിപരമായി തിരിഞ്ഞു നോക്കണം, നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ദൈവികമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കണം. അതുപോലെ തന്നെ ദൈവിക അധികാരങ്ങൾ നമ്മളിലൂടെ വെളിപ്പെടണം. നമ്മുടെ ആത്മാവ് വീണ്ടും ജനിച്ചതാണ്. വീണ്ടും ജനിച്ചത് നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ദൈവശക്തി നമ്മളിലുള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിലൂടെ സഭയിലൂടെ ദേശവും വിടുവിക്കപ്പെടാൻ തക്കവണ്ണം പ്രവർത്തിക്കണം. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിച്ചെന്നാൽ അതിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ ശുശ്രൂഷകരിലൂടെ എന്തുകൊണ്ടിട്ട് ഈ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നില്ല? ഇന്ന് നമ്മൾ കൂടി വരുന്നുണ്ട്, നമ്മൾ കൈയടിച്ച് പാട്ട് പാടുന്നുണ്ട്, നമ്മൾ വചനം പ്രസംഗിക്കുന്നുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ സഭയ്ക്കകത്ത് ദൈവപ്രവൃത്തികൾ നടക്കുന്നില്ല. ദൈവപ്രവൃത്തികൾ നടന്നെങ്കിൽ മാത്രമേ ജനം വിടുവിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വിടുതലുണ്ട്, ഇവിടെ ഒരു സൗഖ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ജനം വന്ന് സഭയ്ക്കകത്തേക്ക് കയറുള്ളൂ. ജനത്തിന് ഇന്ന് വേണ്ടത് വിടുതലാണ്. അവർക്ക് വേണ്ടുന്നത് അവരുടെ ഭൗതികമായ വിഷയങ്ങൾക്കൊരു വിടുതലും മാറ്റമാണ് ജനം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് കൊടുക്കാനായിട്ട് സഭയ്ക്ക് കഴിയണം. അത് കൊടുക്കുന്ന സഭയാണെങ്കിൽ തീർച്ചയായിട്ടും ജനം വന്ന് കയറും. ആ കയറി വരുന്ന ജനത്തിന് നമുക്ക് യഥാർത്ഥ സുവിശേഷം കൊടുക്കുവാനും നമുക്ക് കഴിയും. അപ്പോൾ ഇത് ഈ പറഞ്ഞ വിടുതലും ഇന്ന് നമ്മുടെ സഭകളിൽ നടക്കുന്നില്ല. അതുപോലെ യഥാർത്ഥ സുവിശേഷവും പ്രസംഗിക്കപ്പെടുന്നില്ല. ഞാൻ കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ പറയാനുണ്ടായിരുന്നു, യേശു ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട് തന്നെ കുറച്ച് അപൂർവം ചിലർക്ക് മാത്രമേ ഉള്ളൂ. കൂടുതലും ആൾക്കാർക്ക് യേശുവിനെ ക്രിസ്തുവാണെന്നുള്ള ഒരു തിരിച്ചറിവും വെളിപ്പാടും ഇല്ല എന്നുള്ളത് പലരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യേശു കർത്താവ് ഈ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിച്ചു. ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കാനാണ് യേശു കർത്താവ് വന്നത്. അപ്പോൾ യേശു കർത്താവ് ഇവിടെ ദൈവരാജ്യം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അതൊരു ആത്മമണ്ഡലമാണ്. ഇത് എത്ര ദൈവദാസന്മാർക്ക് അറിയാം? ഇതെത്ര ദേവദാസന്മാർ പ്രസംഗിക്കുന്നുണ്ട് ദൈവരാജ്യം? ഇവിടെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം വായിച്ചെന്നാൽ അവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്, നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 2-ാം വാക്യം മുതലാണ് ഞാനിവിടെ വായിക്കുന്നത്. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം 40 നാളോളം
ഈ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് യേശു കർത്താവ് അവിടെ വീണ്ടും ഇവിടെ കർത്താവ് ചെയ്ത എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവിടെ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പൊ ദൈവരാജ്യം സംബന്ധിച്ച് കാര്യങ്ങൾ അവർക്ക് ഉപദേശിച്ചെന്ന്. എന്നിട്ട് അനേകം ദൃഷ്ടാന്തങ്ങളാൽ താൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇന്ന് നമ്മളുടെ സഭകളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ നടക്കുന്നുണ്ടോ? ഒന്ന്, ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ സഭകളിൽ പ്രസംഗിക്കാറുണ്ടോ? മറ്റൊന്ന്, ഈ ക്രിസ്തു വെളിപ്പെട്ടെന്നാൽ അവിടെ നടക്കുന്ന ദൈവപ്രവൃത്തികളുണ്ട്, വിടുതലുകളുണ്ട്. നമ്മൾ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ മനുഷ്യരാശിയുടെ ജീവിതത്തിൽ വീണ്ടെടുപ്പിൻ്റെ അനുഭവങ്ങളുണ്ടാവും. ഈ അപ്പോസ്തല പ്രവൃത്തി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഇവിടെ ശിഷ്യന്മാർ പറയുന്നത് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നാണ്. നമ്മളുടെ കൂട്ടായ്മകളിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ പഴയ നിയമങ്ങൾ പ്രസംഗിക്കും, പഴയ നിയമത്തിലെ പല ശുശ്രൂഷകളും പ്രസംഗിക്കും. അതുപോലെ ചില സഭകളിൽ സങ്കീർത്തനങ്ങൾ വായിക്കും. നമ്മൾ പുതിയ നിയമവിശ്വാസികളായ നമ്മൾ ഈ സങ്കീർത്തനങ്ങൾ, പഴയ നിയമത്തിലെ ദാവീദും മോശയൊക്കെ എഴുതിയ സങ്കീർത്തനങ്ങൾ വായിച്ച് നമ്മുടെ സമയം കളയാനുള്ളവരാണോ നമ്മൾ? ഒന്ന് ചിന്തിക്കണം. എന്നെ കേൾക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ സഭകളിൽ നമ്മൾ എന്തിനാണ് ദാവീദിൻ്റെ സങ്കീർത്തനം വായിക്കുന്നത്? നമ്മൾ ദാവീദിനേക്കാളും വലിയവരാ, നമ്മൾ അബ്രഹാത്തേക്കാളും വലിയവരാ, നമ്മൾ മോശയേക്കാളും വലിയവരാ. പക്ഷെ നമ്മൾ അവരെഴുതിയ സങ്കീർത്തനങ്ങൾ വായിക്കുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കണം, പുതിയ നിയമ ദൈവമക്കളായ നമ്മൾ, പുതിയ നിയമവിശ്വാസികളായ ദൈവമക്കളായ നമ്മൾക്ക് പഴയ നിയമത്തിലുള്ളവരെക്കാളും സ്ഥാനമുണ്ട്. അവർ ദാസന്മാരായിരുന്നെങ്കിൽ നമ്മൾ മക്കളാണ്. അവർ ക്രിസ്തുവിലല്ലായിരുന്നു അവർ ജീവിച്ചത്, നമ്മൾ ക്രിസ്തുവിലാണ്. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാ, രക്ഷിക്കപ്പെട്ടവരാ. അവരാരും രക്ഷിക്കപ്പെട്ടവരല്ലായിരുന്നു, അവർക്ക് ക്രിസ്തുവില്ലായിരുന്നു. അവർ ക്രിസ്തു വരുമെന്ന പ്രത്യാശ വെച്ച് ജീവിച്ചു മരിച്ചു പോയവരാണ്. അപ്പോൾ അവരുടെ സങ്കീർത്തനം നമ്മളുടെ സങ്കീർത്തനത്തെക്കാളും ചെറുതാണ്. നമ്മളുടെ സങ്കീർത്തനമാണ് നമ്മൾ സഭക്കകത്ത് പാടേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാടേണ്ടത്. നമ്മളെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയാണെങ്കിലും നമ്മൾ സഭായോഗങ്ങളിലാണെങ്കിലും നമ്മളുടെ സങ്കീർത്തനം, അതായത് ദൈവം നമുക്ക് വേണ്ടി നൽകിയ വിടുതലുകളെ ഓർത്ത്, ആ നമുക്ക് വേണ്ടി ദൈവം ചെയ്തതിനെ ഓർത്ത് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. അല്ലാതെ നമ്മൾ പഴയ നിയമത്തിൽ ദാവീദ് എഴുതിയ സങ്കീർത്തനം വായിച്ചിട്ട് അതിനെ വ്യാഖ്യാനിക്കാനല്ല ഉള്ളതല്ല ദൈവമക്കളായ നമ്മൾ. അപ്പോൾ ഇതൊക്കെ ചില അറിവ് കേടാണ്. പുതിയ നിയമസഭയിൽ ഞാൻ ആരായിരിക്കുന്നു, എന്നെ ദൈവം എന്താക്കി വെച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ബോധ്യമില്ലാത്തത് കൊണ്ടിട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തു പോകുന്ന ചില കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെ നമുക്ക് തിരിച്ചറിവുണ്ടായിരിക്കണം. ക്രിസ്തുവിൻ്റെ സഭ, അവിടെ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കേണ്ടത്, അവിടെ ദൈവരാജ്യമാണ് പ്രസംഗിക്കേണ്ടത്. ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ, വ്യവസ്ഥകൾ, അത് യേശുവിൻ്റെ പ്രസംഗങ്ങളും യേശുവിൻ്റെ ജീവിതത്തിലൂടെ യേശു കാണിച്ചു തന്ന മാതൃകകളൊക്കെയാണ് സഭക്കകത്ത് പ്രസംഗിക്കേണ്ടത്. ആ യേശുവിൻ്റെ ജീവിത രീതിയിൽ നിന്ന് നമ്മൾ ദൈവഹിതപ്രകാരം ഉള്ള ഒരു ജീവിതം എങ്ങനെ നയിക്കാമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യേശുവിൻ്റെ പ്രസംഗത്തിൽ നിന്ന്, യേശുവിൻ്റെ ഉപദേശത്തിൽ നിന്നും ദൈവഹിതപ്രകാരം ദൈവമക്കളായി നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ദൈവസഭകളിലൂടെ, ദൈവദാസന്മാരിലൂടെ നമുക്ക് ഉപദേശങ്ങൾ കിട്ടണം. അങ്ങനെ നമ്മൾ ആ ഉപദേശത്തിന് ഒത്തവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തികളായി നമ്മൾ മാറണം. അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പ. അപ്പം ഇതാണ് പുതിയ നിയമസഭ. അല്ലാതെ നമ്മൾ പഴയ നിയമത്തിൻ്റെ പുറകെയല്ല നമ്മൾ പോകേണ്ടത്. നമ്മൾ പുതിയ നിയമസഭയുടെ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാണ്. ഇവിടെ നമുക്കൊരു വാക്യം വായിക്കാം. ഇവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം മുതൽ ഞാനൊന്ന് വായിക്കാൻ. ഇവിടെ സ്നാപക യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് തുടങ്ങിയിട്ട് നമുക്ക് വായിക്കാം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല.
ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇവിടെ സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ വെച്ചിട്ട് ഏറ്റവും വലിയവൻ സ്നാപക യോഹന്നാനാണെന്ന് യേശു പറയുക. എന്നിട്ട് പറയാൻ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാളോ വലിയവൻ. അപ്പോൾ പഴയ നിയമത്തിലെ അവസാനത്തെ പ്രവാചകനാണ് ഈ സ്നാപക യോഹന്നാൻ. ഈ സ്നാപക യോഹന്നാൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചതാണ്. സ്നാപക യോഹന്നാൻ വീണ്ടും ജനിച്ചില്ല. സ്നാപക യോഹന്നാൻ രക്ഷിക്കപ്പെട്ടില്ല. പക്ഷേ ഇവിടെ യേശു കർത്താവ് പറയാം, എന്നാൽ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ ഇവനേക്കാളും വലിയവൻ എന്നാണ്. അപ്പം ഇന്ന് രക്ഷിക്കപ്പെട്ട് വരുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവൻ ദൈവരാജ്യത്തിലായതുകൊണ്ട് ഈ സ്നാപക യോഹന്നാൻ ഉൾപ്പെടെയുള്ള പഴയ നിയമത്തിലുള്ള സ്ത്രീകളിൽ നിന്ന് ജനിച്ച അബ്രഹാം മുതൽ ഇങ്ങോട്ട് ദൈവം ഉപയോഗിച്ച ദൈവത്തിൻ്റെ ദാസന്മാരായിട്ടുള്ള എല്ലാവരേക്കാളും വലിയ വ്യക്തിയാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച ഏറ്റവും ചെറിയവൻ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ സ്റ്റാൻഡേർഡിൽ നിൽക്കാൻ നമ്മൾ ശ്രമിക്കും. നമ്മുടെ സ്റ്റാൻഡേർഡിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കും. നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ് നമ്മളിലേക്ക് വരാൻ തുടങ്ങും. അബ്രഹാമും പഴയ നിയമത്തിലുള്ള എല്ലാ വിശ്വാസികളും നമ്മളെക്കാളും താഴ്ന്ന നിലവാരത്തിലുള്ളവരാണ്. അവരെ ദൈവം ഉപയോഗിച്ചു, നമ്മളെക്കാൾ അധികമായിട്ട് ആ കാലത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാകാം. പക്ഷേ അവരാരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവർക്ക് ആർക്കും ക്രിസ്തുവിനെ ലഭിച്ചില്ല. നമ്മൾക്കോ ക്രിസ്തുവിനെ ലഭിച്ചു. നമ്മളുടെ ആത്മാവ് പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചു, വീണ്ടെടുപ്പ് ലഭിച്ചു. അവരവരുടെ പാപത്തിലാണ് അവർ മരിച്ചത്. നമ്മളിന്ന് പാപത്തിലല്ല ജീവിക്കുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും നിങ്ങൾക്ക് വീണ്ടെടുപ്പ് ലഭിച്ചു കഴിഞ്ഞു. ഞാനിത് പറയുന്നത് ആത്മാവ് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്, ജഡസംബന്ധമായിട്ടുള്ള കാര്യമല്ല. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ വീണ്ടും ജനിച്ചവരാണ്. എങ്കിൽ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ദൈവരാജ്യത്തിലാണ്. ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തി ഈ പറഞ്ഞ പോലെ സ്ത്രീകളിൽ നിന്നും ജനിച്ച സ്നാപക യോഹന്നാനേക്കാളും വലിയവനാണ്. എന്ന് വെച്ചാൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ച പഴയ നിയമത്തിലുള്ള എല്ലാ ദൈവം എടുത്തുപയോഗിച്ച എല്ലാവരേക്കാളും വലിയ ഒരു വ്യക്തിയാണ്, വലിയവനാണ് ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വേണം നമ്മൾ തുടങ്ങാനായിട്ട്. നമ്മളിപ്പോൾ സ്നാപക യോഹന്നാനെ കുറിച്ചിട്ട് വായിച്ചിട്ട് പിന്നെ സ്നാപക യോഹന്നാൻ കഴിച്ച ഭക്ഷണവും സ്നാപക യോഹന്നാൻ ഉടുത്ത വസ്ത്രവും സ്നാപക യോഹന്നാൻ്റെ ജീവിത രീതികളെ കുറിച്ചിട്ട് പ്രസംഗിച്ചിട്ട് ഒരു കാര്യമില്ല. അത് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോജനവുമില്ല. സ്നാപക യോഹന്നാൻ യേശുവിനെ ലോകത്തിൽ വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം അയച്ചതാണ്. സ്നാപക യോഹന്നാൻ അത് ചെയ്തു. സ്നാപക യോഹന്നാൻ്റെ ശുശ്രൂഷ തികച്ചു പോയി. നമ്മളിനി സ്നാപക യോഹന്നാൻ്റെ ജീവിതവും സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തിൽ സ്നാപക യോഹന്നാൻ കഴിച്ച ഭക്ഷണവും അതിൻ്റെ വസ്ത്രമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പല ദൈവാസന്മാരതൊക്കെ പ്രസംഗിക്കുന്നത്. വെറുതെ സമയം കളയാന്നുള്ളൂ. അതല്ല, നമ്മളെപ്പോഴും നമ്മളെ ദൈവം എന്താ ആക്കി വെച്ചിരിക്കുന്നു, ആരാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടാകുക. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണ്, നമ്മൾ എന്തിനാണ് നമ്മളെ രക്ഷയിലേക്ക് ദൈവം കൊണ്ടുവന്നത്, നമ്മൾ എന്തിനാണ് അഭിഷേകം നൽകിയത്, ആ ദൈവം നമ്മളിൽ ഇട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യാശ, ദൈവത്തിൻ്റെ ഹിതം നമ്മൾ നിറവേറ്റുന്നുണ്ടോ, ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇല്ലാതെ നമ്മളൊരു കൂട്ടായ്മയിൽ നമ്മൾ പഴയ നിയമത്തിലെ കുറേ പ്രവാചകന്മാരെയും അവരുടെ ജീവിതം, അവരുടെ ദൈവം ഇടപെട്ടതും അവർ ദൈവം പിടിപ്പിച്ച കാര്യങ്ങളൊക്കെ പ്രസംഗിച്ചിട്ട് അതിൽ കുറേ ദൂതുകളും പറഞ്ഞിട്ട് ആ ദൂതെല്ലാം വിശ്വസിച്ചോ ഏറ്റെടുത്തോ അപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്ന് പ്രസംഗിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം പുതിയ നിയമവിശ്വാസികളായ നമ്മളുടെ അനുഗ്രഹം സകല മനുഷ്യരാശിക്കും വേണ്ടിയിട്ട് ഉള്ള അനുഗ്രഹം ഇരിക്കുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കേണ്ടത്. ക്രിസ്തുവിലാണ് മനുഷ്യൻ്റെ വീണ്ടെടുപ്പ്. പാപം മുഖാന്തരം മനുഷ്യന് വന്ന എല്ലാ അവസ്ഥകളിൽ നിന്നുള്ള വീണ്ടെടുപ്പും വിടുതലും ഇരിക്കുന്നത് ക്രിസ്തുവിലാണ്. ഈ പഴയ നിയമത്തിലെ ഈ ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തികൾക്കും ഈ ക്രിസ്തുവിനെ ലഭിച്ചിട്ടില്ല. അവർ വീണ്ടെടുക്കപ്പെട്ടവരല്ലായിരുന്നു. അപ്പം നമ്മൾ അവരെക്കാളും വലിയവരാ. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ആദ്യം ഉണ്ടാകണം. അപ്പം നമ്മുടെ സഭകൾ ഈ ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയണം. ക്രിസ്തു നമ്മളെന്തിനാണ് ഇവിടെ ആക്കി വച്ചിരിക്കുന്നത്, നമ്മുടെ ശുശ്രൂഷ എന്താണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്തിനാണ് നമ്മൾ അഭിഷേകം ചെയ്തത്, ഇത് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവിൽ നമ്മൾ ജീവിക്കണം, തിരിച്ചറിവിൽ നമ്മൾ ശുശ്രൂഷിക്കണം. അപ്പോൾ ആ അറിവിൽ നിന്ന് നമ്മൾ ആത്മീയ അധികാരത്തിൽ നിന്ന് നമ്മൾ ദൈവവചനപ്രകാരം നമ്മളെ തന്നെ ക്രമീകരിക്കുകയും നമുക്ക് നൽകിയ ആത്മീയ അധികാരം ഉപയോഗിച്ചിട്ടുള്ള ശുശ്രൂഷ ജീവിതവുമാണ് നമ്മളിലെങ്കിൽ ദേശം വിടുവിക്കപ്പെടും. കാരണം ദേശം ഇരുട്ടിലിരിക്കുക. പൈശാചിക ബന്ധനങ്ങളുടെ കെട്ടിൽ കിടക്കുന്ന മനുഷ്യരാശിയെ പുറത്തു കൊണ്ടുവരാനുള്ള ആത്മീയ അധികാരവും അഭിഷേകവും ലഭിച്ച ഒരു കൂട്ടരാണ് പുതിയ നിയമസഭ.
ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും ഈ ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ ദേശം വിടുവിക്കപ്പെടും. അല്ലാണ്ട് നമ്മൾ സഭയിൽ കൂട്ടായ്മ കൂടിയിട്ട് പഴയ നിയമ സങ്കീർത്തനവും പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ചെയ്ത കാര്യങ്ങൾ അവരെ നടത്തിയ വഴികൾ പ്രസംഗിച്ചിരിക്കുമ്പോൾ ഒന്നും നടക്കത്തില്ല. അതിനല്ല നമ്മളെ വിളിച്ചതും വേർതിരിച്ചതും. ഇവിടെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു കർത്താവ് പറഞ്ഞത് 40 നാളോളം യേശു കർത്താവരുടെ കൂടെ നടന്നിട്ട് യേശു കർത്താവ് അവരെ ഉപദേശിച്ചത് ദൈവരാജ്യം സംബന്ധിച്ച് പലതും അവരെ ഉപദേശിച്ചു. നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ സഭകളിലെ അടിത്തറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവരാജ്യം സംബന്ധിച്ച് ഉപദേശിക്കണം, ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ കൊടുക്കണം. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ ഒരു തിരിച്ചറിവ് മാനസാന്തരം നമുക്കുണ്ടാകണം. അതുകൊണ്ടിട്ടാണ് മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മാനസാന്തരം രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ എന്ന് കരുതി നമ്മൾ മാനസാന്തരപ്പെടേണ്ട ആവശ്യമില്ലെന്ന് ചിന്തിക്കരുത്. നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നമ്മൾ തെറ്റായ ദൈവഹിതമല്ലാത്ത ക്രിസ്തുവിൻ്റെ ഹിതമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ശുശ്രൂഷയിൽ വെളിപ്പെടുന്നുവെങ്കിൽ അതിനെ നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തു എന്താണ് പറഞ്ഞത്? സഭയുടെ ശിരസ്സായിരിക്കുന്ന ക്രിസ്തു എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തു എന്തിനാണ് നമ്മൾ ആക്കി വെച്ചിരിക്കുന്നത്? ആ ശുശ്രൂഷ നമ്മൾ തികക്കണം. ഇപ്പം ഞാനിപ്പോൾ ഒരു മരപ്പണി ചെയ്യുന്നൊരു വ്യക്തിയാണ്, ഒരു കാർപ്പൻ്ററാണ്. ഞാൻ ചിലപ്പോൾ 2 പണിക്കാരെ പുറത്തുനിന്ന് വിളിച്ച് പണിക്ക് കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടംപോലെ വർക്കൊക്കെ അവർക്ക് അറിയാൻ പറ്റും. പക്ഷേ അവരെ ഞാൻ വിളിച്ചു കൊണ്ടുവരുന്നത് എനിക്കിഷ്ടമുള്ള വർക്ക് ചെയ്യിക്കാനായിട്ടാണ്. ഞാൻ പറയുന്നതാണ് അവർ ചെയ്യേണ്ടത്. ഞാൻ അതിനാണ് അവർക്ക് കൂലി കൊടുക്കുന്നത്. അല്ലാതെ അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ താല്പര്യപ്രകാരം അവർ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തിട്ട് അവർക്ക് കൂലി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കൂലി കൊടുക്കാൻ കഴിയത്തില്ല. കാരണം അവർ ചെയ്ത വർക്ക് കൊണ്ട് എനിക്കൊരു ഗുണവുമില്ല. അപ്പോൾ ദേശം പിടിപ്പിക്കപ്പെടണമെങ്കിൽ സഭ അതിൻ്റെ അധികാരത്തോടും അതിൻ്റെ ശക്തിയോടും കൂടി ദേശത്ത് ഉയർന്നു നിൽക്കണമെങ്കിൽ നമ്മുടെ ശിരസ്സായ ക്രിസ്തു എന്താഗ്രഹിക്കുന്നുവോ, ക്രിസ്തുവിൻ്റെ ഹിതം എന്താണോ അതനുസരിച്ച് ശുശ്രൂഷകൾ സഭക്കകത്ത് വെളിപ്പെടണം. അതനുസരിച്ച് ശുശ്രൂഷ ചെയ്യാൻ ദൈവദാസന്മാരും ദൈവമക്കളായ ഓരോരുത്തരും ആ തിരിച്ചറിവിലേക്ക് വരണം. ആ തിരിച്ചറിവുണ്ടായിട്ട് ആ തിരിച്ചറിവ് പ്രകാരം ശുശ്രൂഷ നടക്കണം. ആത്മീയ അധികാരമുള്ള ഒരു കൂട്ടരുണ്ടെങ്കിൽ ഇന്ന് അത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മാത്രമാണ്. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന പൈശാചിക ശക്തികളുടെ മേൽ അധികാരം ഉപയോഗിക്കാൻ കഴിവുള്ള ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നമ്മൾ മാത്രമാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം ആദ്യം. ഇന്നിവിടെ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഈ പല രീതിയിലുള്ള കൊലപാതകങ്ങളും ആക്സിഡൻറ്റുകളും ഈ മയക്കുമരുന്ന് കേസുകളും ഈ വിഷയങ്ങളും എല്ലാത്തിനെയും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു കൂട്ടരുണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമേ അത് കഴിയൂ. കാരണം നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവുള്ളവരാ, ദൈവം വീണ്ടെടുത്തവരാ. ഈ ലോകത്തു നിന്ന് വീണ്ടെടുത്ത് ദൈവരാജ്യത്തിൻ്റെ പൗരത്വം നൽകി ദൈവാത്മാവിൻ്റെ നിറവ് നൽകി ആക്കി വച്ചിരിക്കുന്ന ക്രിസ്തുവാവുന്ന ശിരസിൽ കീഴെ നിൽക്കുന്ന അവയവങ്ങളാണ്. ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലൂടെ ദേശത്ത് വെളിപ്പെടേണ്ടത്. അതിനായിട്ട് നമ്മൾ ആക്കി വച്ചിരിക്കുന്നത്. ഈ തിരിച്ചറിവും ബോധ്യവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അതനുസരിച്ചായിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടത്. അതനുസരിച്ചായിരിക്കണം നമ്മൾ സഭകളിൽ പ്രസംഗിക്കപ്പെടേണ്ടത്. ക്രിസ്തുവിനെ പ്രസംഗിക്കണം, ദൈവരാജ്യം പ്രസംഗിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ശക്തി ദേശത്ത് വെളിപ്പെടും. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയാൽ ക്രിസ്തു മുഖാന്തരമുള്ള വീണ്ടെടുപ്പിൻ്റെ അനുഭവങ്ങൾ ദേശത്തുണ്ടാവും, ജനം വിടുവിക്കപ്പെടും. പക്ഷേ ഇന്ന് ഇത് സംഭവിക്കുന്നില്ല. നമുക്ക് ഈ ഒരു തിരിച്ചറിവും ബോധ്യം ഉണ്ടായിരിക്കണം. നമുക്ക് ഇതിനേക്ക് മടങ്ങി വരണം. എങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ദേശം വിടുവിക്കപ്പെടും. നമ്മൾ ആഗ്രഹിക്കുന്നില്ല, നമ്മളെക്കാളും അധികം ആഗ്രഹമാണ് ദേശത്തുള്ള സകല മനുഷ്യനും വിടുവിക്കപ്പെടണമെന്ന്. പക്ഷേ വിശ്വസ്തരായ വേലക്കാർ വേണം ദൈവത്തിന്. നമുക്ക് ഓരോരുത്തർക്കും വിശ്വസ്തരായ വേലക്കാരായിരിക്കാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. യേശു കർത്താവ് പത്രോസിനെ വിളിച്ചതുപോലെ എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് ഇന്നും കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ ആടുകളെ മേയ്ക്കേണ്ടത് നമ്മളിഷ്ടപ്രകാരമല്ല ആടുകളെ മേയ്ക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ ഹിതപ്രകാരം, ദൈവഹിതപ്രകാരം വേണം ആടുകളെ മേയ്ക്കാൻ. നിങ്ങളൊരു ശുശ്രൂഷകനാണ് എന്നെ കേൾക്കുന്നത്. വിശ്വാസത്തിൽ വന്ന് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ദൈവമക്കളോട് നിങ്ങൾ ശുശ്രൂഷിക്കുന്നത് ക്രിസ്തുവിനെയാണോ?
അല്ല പഴയ നിയമത്തിലെ പല പ്രവാചകന്മാരെ ദൈവം ഉപയോഗിച്ച വ്യക്തികളെക്കുറിച്ച് പ്രസംഗിച്ച് ദൂതുകൾ പറഞ്ഞ് അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞ് വിടുകയാണോ ചെയ്യുന്നത്? സങ്കീർത്തനങ്ങൾ വായിച്ച് അത് വ്യാഖ്യാനിച്ച് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. നമുക്കുണ്ട് സങ്കീർത്തനം. നമ്മുടെ സങ്കീർത്തനങ്ങൾ നമ്മളെ ദൈവത്തെ പാടി ആരാധിക്കുന്ന പാട്ടുകളും ആരാധനാ ഗീതങ്ങളൊന്നും പഴയ നിയമത്തിലെ അബ്രഹാമിനോ ദാവീദിനോ മോശക്കോ ഒന്നും പാടാൻ കഴിയത്തില്ല. കാരണം അവർക്കൊന്നും ക്രിസ്തുവില്ലായിരുന്നു. നമ്മൾ ക്രിസ്തുവിലാണ്. നമ്മൾ അവരെക്കാളും വലിയവരാ. ഈ തിരിച്ചറിവും ബോധ്യം നമുക്കുണ്ടായി. അതനുസരിച്ച് നമ്മുടെ ശുശ്രൂഷകളെ ക്രമീകരിക്കണം. എങ്കിൽ ദേശം വിടുവിക്കപ്പെടും. ഇന്നത്തെ ദൈവിക ആലോചനകളാൽ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.